തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയാണ്. ഇപ്പോൾ വളരെ വർഷങ്ങളായി ഇടുക്കിയിലെ ഇരട്ട വോട്ടുകളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും അത് CPM കേന്ദ്രീകൃതമായി ചേർക്കുന്നതായും അല്ലെങ്കിൽ അത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പലകുറി കണ്ടെത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു തലത്തിലുള്ള ഒരു വെളിപ്പെടുത്തലുകൾ ഞെട്ടിക്കുന്ന തരത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് കൃത്യമായ തരത്തിൽ തന്നെ പരിശോധിക്കപ്പെടുകയും ഇടപെടൽ ഉണ്ടാവുകയും അത് സംബന്ധിച്ച് നടപടികൾ എടുക്കുകയും വേണ്ടതായിട്ടുണ്ട്. അത് CPM കേന്ദ്രീകൃതമായിട്ടാണ് ഈ ഒരു ഇരട്ട വോട്ടുകൾ. അത് ഇപ്പോൾ തമിഴ്നാട്ടിലും കേരളത്തിലും എന്ന് തന്നെയല്ല, ഒരേ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തന്നെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമുള്ള വാർഡുകളിൽ ചേർത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ആസൂത്രിതമാണല്ലോ, 100% ആസൂത്രിതമാണ്. അപ്പം അതിന് CPIയും മറുപടി പറയേണ്ടി വരും. അക്കാര്യത്തിൽ പാർട്ടി അത് പരിശോധിച്ചു വരികയാണ്. KPCC തലത്തിൽ തന്നെ ഈ കാര്യം സീരിയസ് ആയി എടുത്തുകൊണ്ട് അതിൻ്റെതായ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു. തുടർന്ന് നിയമ നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ രണ്ട് വാർഡുകളിൽ BJP ഒരു ലിസ്റ്റ് അവർ തന്നെ പരിശോധിച്ച് അവർ തന്നെ ഒരു ലിസ്റ്റ് ഈ തെരഞ്ഞെടുപ്പ് വിഭാഗത്തിൽ കൊടുക്കുകയാണ്. അത് മാത്രമേ പരിശോധിക്കപ്പെട്ടിട്ടുള്ളൂ. ഈ രണ്ട് വാർഡുകളിൽ ഏതാണ്ട് ഒരു 1000-ൽ താഴെ വോട്ട് മൊത്തം ഉണ്ടാവും. അതിനകത്ത് 10-200 വോട്ടുകൾ ഇത്തരത്തിൽ ഇരട്ട വോട്ടുകളാണ് എന്നുള്ളത് ഈ മണ്ഡലത്തിൽ ലോക്സഭാ മണ്ഡലത്തിന്റെ മൊത്തം വോട്ടിംഗ് പാറ്റേണിനെ അതിന്റെ ഫലത്തെയും സ്വാധീനിക്കാൻ കൂടുന്ന ഒരു ഘടകമല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും നമ്മൾ കണ്ടെത്തിയതാണ്. അപ്പോൾ അത് പരിശോധിക്കപ്പെട്ടാൽ ഇനിയും കൂടുതൽ ഇരട്ട വോട്ടുകൾ സാധ്യതകളുണ്ട്. അത് പാർട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ കള്ളവോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാക്കി വളരെ നാളുകളായി തുടർന്നു വരുന്ന ഒരു രീതിയായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പ്രഥമ ദൃഷ്ട്യാ. അപ്പോൾ ഏതായാലും ഈ കാര്യത്തിൽ സീരിയസ് ആയ ഒരു ഇടപെടൽ ഉണ്ടാകും. പാർട്ടി അതിനകത്ത് വളരെ കാര്യക്ഷമമായ ഇടപെടൽ പ്രത്യേക സമിതിയെ വെച്ചുകൊണ്ട് പഠിച്ചുകൊണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ അതിന്റെ നിയമ നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് പറയാനുള്ളത്. എല്ലാ മണ്ഡലത്തിലും അത് സംബന്ധിച്ചുള്ള പരിശോധന വേണ്ടതാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മളിത് പരിശോധിച്ചപ്പോൾ ധാരാളം ഇരട്ട വോട്ടുകൾ അത് ഇടുക്കിയിൽ മാത്രമല്ല അന്ന് കേരളത്തിലെമ്പാടും അത് സംബന്ധിച്ചുള്ള കണ്ടുപിടുത്തം നമുക്ക് കഴിഞ്ഞു. ആ ഒരു തരത്തിൽ തന്നെ ഇടുക്കിയിൽ പ്രത്യേകമായ ഒരു പരിശോധന വേണ്ടിവരും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇടുക്കിയിൽ 5 ഇടങ്ങളിൽ, അതായത് ഇപ്പോൾ തൊടുപുഴ ഒഴികെ മറ്റെല്ലായിടത്തും LDFനാണ് മേൽക്കൈ ഉള്ളത്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ ഒരു മേൽക്കൈക്ക് കാരണം ഇത്തരത്തിൽ ഇരട്ട വോട്ടുകളാണ് എന്നുള്ളൊരു ആരോപണമുണ്ട്. ഇരട്ട വോട്ടുകൾ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ അവർക്ക് അനുകൂലമാക്കി മാറ്റുന്നതിന് വേണ്ടി അവർ ഉപയോഗിക്കുന്ന പല മാർഗങ്ങളിൽ ഒന്ന് മാത്രമാണ്. അപ്പോൾ അതിനകത്ത് അവരത് ശീലിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അതിന്റെ ഗുണങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാവാം. പക്ഷേ അത് തന്നെയാണ് എല്ലാത്തിനും കാരണമെന്നൊന്നും ഞാനിവിടെ പറയുന്നില്ല. പക്ഷേ പലതരത്തിലുമുള്ള കുൽസിത പ്രവർത്തനങ്ങൾ CPIഎമ്മിന്റെ ഭാഗത്തു നിന്നും, ഇടതുപക്ഷ മുന്നണി എന്ന് പറയുമ്പോൾ CPMന്റെ ഭാഗത്തു നിന്നുമാണ് ആയിട്ടാണ് ഈ അട്ടിമറി ഇങ്ങനെയുള്ള തരത്തിൽ നമുക്ക് പലപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ആരോപണവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2 ദിവസമായിട്ടാണ് കേരളത്തിലും തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് എടുക്കുന്നത്. 23-ാം തീയതി തമിഴ്നാട്ടിലാണ്. അപ്പോൾ അവിടെ പോയി വോട്ട് ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് വോട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. അപ്പൊ ആ ഒരു പ്രതിസന്ധി എങ്ങനെയാണ് പാർട്ടി നേരിടാൻ പോകുന്നത്? അല്ല, ഏത് തരത്തിലാണെങ്കിലും കള്ളവോട്ട് തടുത്തു നിർത്തേണ്ടതാണ്. ഇപ്പം ഞാൻ ഇപ്പം തമിഴ് സഹോദരങ്ങളെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഒരു ആക്ഷേപം ഞാൻ ഉന്നയിക്കുന്നില്ല. പക്ഷേ കള്ളവോട്ട് എന്നുള്ളപ്പം നിങ്ങളിപ്പോൾ പറഞ്ഞതനുസരിച്ച് തന്നെ തമിഴ്നാട്ടിലും കേരളത്തിലും ഉള്ളതല്ലല്ലോ ഇപ്പോൾ പറഞ്ഞ വിഷയം. ഇപ്പോൾ പറഞ്ഞ വിഷയം കേരളത്തിനകത്ത് തന്നെ ഒരേ പഞ്ചായത്തിൽ തന്നെ നിലനിൽക്കുന്ന കള്ളവോട്ടുകളെ സംബന്ധിച്ചാണ്. അപ്പം രണ്ടും ഉണ്ട്, 2 തലത്തിലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് അത് മാത്രമല്ല നാം. അപ്പം അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ കള്ളവോട്ട് എന്ന് പറയുന്ന ആ ഒരു സംവിധാനം എവിടെയാണെങ്കിലും അനുവദിക്കാൻ പാടില്ല. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ പലപ്പോഴും നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഒരേ ദിവസം തന്നെ തെരഞ്ഞെടുപ്പ് നടത്തണം കേരളത്തിലും തമിഴ്നാട്ടിലും എന്നുള്ള ഒരു ആവശ്യം ശക്തമായ നിലയിൽ തന്നെ ഞങ്ങൾ ഉന്നയിക്കുകയും പല തെരഞ്ഞെടുപ്പുകളും അങ്ങനെ തന്നെ ആയിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ആയിരിക്കുമ്പോഴും കള്ളവോട്ടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്. അപ്പോൾ അതുകൊണ്ട് ഏത് തലത്തിലാണെങ്കിലും കള്ളവോട്ടുകൾ ചെറുത്തു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഒരുക്കപ്പെടേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള കാര്യക്ഷമമായ ഒരു ഇടപെടൽ സർക്കാർ തലത്തിൽ ഉണ്ടാവേണ്ടതാണ്. ഇപ്പോൾ റേഷൻ കാർഡുകൾ 2 ചേർക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആക്ഷേപങ്ങൾ വളരെ നാളുകളായി നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ അക്കാര്യത്തിലെല്ലാം സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യക്ഷമമായ ഒരു ഇടപെടലിന്റെ കുറവാണ് ഇതിനെ പ്രതിരോധിച്ചു നിർത്താൻ നമുക്ക് പ്രയാസമായിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ ഇപ്പോൾ പുതിയ ആക്ഷേപങ്ങളുടെ വെളിച്ചത്തിൽ തീർച്ചയായും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിശോധന ഉണ്ടാവണം. നിയമ സംവിധാനങ്ങൾ ഇക്കാര്യത്തിൽ ഇടപെടണം.
ഞങ്ങൾ ഇക്കാര്യത്തിൽ നിയമ നടപടികളിലേക്ക് പോകും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾ പരിശോധനയ്ക്ക് വേണ്ടി ആവശ്യപ്പെടുകയോ മറ്റോ ചെയ്യുന്നുണ്ടോ, അതോ നിങ്ങൾ ഏത് തരത്തിലുള്ള നിയമം? അല്ല, ഞങ്ങളിപ്പോൾ ഒരു പ്രത്യേക സമിതിയെ വെച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ തന്നെ അതിന്റെ റിപ്പോർട്ട് പുറത്തുവിട്ട് അല്ലെങ്കിൽ അതിൻ്റെതായ നിലയിലുള്ള നിയമ നടപടികളിലേക്ക് കടക്കും.